പ്രതിഫലമായി ലഭിക്കുവാൻ പോകുന്ന കിരീടങ്ങൾ. കർത്താവാകുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് പ്രതിഫലമായി അവിടുന്ന് കിരീടങ്ങൾ കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരാകുന്നുവോ നിങ്ങൾ? അനേകരെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കുന്നവരാകുന്നുവോ? യേശുക്രിസ്തുവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾ നയിക്കുന്നുവോ? യേശുവിൽ വിശ്വസിച്ചത് മുഖാന്തരമായി തിരസ്കരണങ്ങളെ നേരിടുന്നു, എതിർപ്പുകളെ നേരിടുന്നു, ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്നു എങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ അവിടുന്ന് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനമാകുന്നു വരാൻ പോകുന്ന നിത്യതയിൽ പ്രതിഫലമായി കിരീടങ്ങൾ നൽകി തരുവാൻ പോകുന്നു. 5 കിരീടങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഒന്നാമതായിട്ട് 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം, അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. വാടാത്ത കിരീടം ഒന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന കിരീടത്തിൻ്റെ പേരാകുന്നു വാടാത്ത കിരീടം, ദി ഇൻകറപ്റ്റബിൾ ക്രൗൺ. ഈ വാടാത്ത കിരീടം ആർക്കാണ് ലഭിക്കുവാൻ പോകുന്നത്? വിശുദ്ധമാകുന്ന ഒരു ജീവിതം നയിക്കുന്നവർ, കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചതിന് ശേഷം അവരിലുണ്ടായിരുന്ന പഴയ പ്രകൃതത്തെ നീക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം സ്വീകരിച്ച് പഴയ പ്രകൃതത്തെ അതിജീവിച്ച് യേശുക്രിസ്തുവിനെ പോലെ സ്വഭാവം സ്വീകരിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാകുന്നു വാടാത്ത കിരീടം. അതേ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്. മലയാള ഭാഷയിൽ വന്നിരിക്കുന്ന പരിഭാഷയിൽ വന്നിരിക്കുന്ന ഒരു പിശകാണ് അവിടെ. ദണ്ഡിപ്പിച്ചു എന്നല്ല, എൻ്റെ ശരീരത്തെ ശിക്ഷണങ്ങൾക്ക് വിധേയമാക്കി. ഡിസിപ്ലിൻ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ കാണുവാൻ കഴിയുന്നത്. എൻ്റെ ശരീരത്തെ ശിക്ഷണങ്ങൾക്ക് വിധേയമാക്കി. ദണ്ഡിപ്പിക്കരുത്, ശരീരത്തെ ദണ്ഡിപ്പിക്കരുത്. ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നുവല്ലോ. എൻ്റെ ശരീരത്തെ ശിക്ഷണങ്ങൾക്ക് വിധേയമാക്കി. അധീനപ്പെടുത്തുക എന്ന വാക്കാണ്. അടിമയാക്കുക അത്ര ചെയ്യുന്നത് എന്നതിന് പകരം അധീനപ്പെടുത്തുക എന്ന വാക്കാണ് കുറേ കൂടെ ഉചിതമായി വരേണ്ടത്. ആ ഭാഗം നമുക്ക് 1 കൊരിന്ത്യർ അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ ഇംഗ്ലീഷിലൊന്ന് വായിക്കുമ്പോൾ കുറേ കൂടെ വ്യക്തമാകും. 27-ാമത്തെ വാക്യം, ബട്ട് ഐ ഡിസിപ്ലിൻ മൈ ബോഡി ആൻഡ് ബ്രിങ് ഇറ്റ് ഇൻ ടു സബ്ജക്ഷൻ. സബ്ജക്ഷൻ എന്ന വാക്കാണ് വിധേയപ്പെടുത്തുകയാണ്. ഈ ശരീരത്തെ സബ്ജക്ഷനിലേക്ക്, അധീനതയിലേക്ക് കൊണ്ടുവരുന്നു. ആത്മാവിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെ? ശിക്ഷണങ്ങൾക്ക് ശരീരത്തെ വിധേയമാക്കി. ഈ ശരീരത്തിൽ നിന്ന് ഉയരുന്ന തിന്മ നിറഞ്ഞ ആഗ്രഹങ്ങളും തിന്മ നിറഞ്ഞ വികാരങ്ങളും മുഖാന്തരമായിട്ട് അനേകർക്ക് ജയജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല. ഈ ഭൂമിയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, എങ്കിലും വിശുദ്ധമാകുന്നൊരു ജീവിതം, ജയകരമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല. ജയകരമാകുന്നൊരു ജീവിതം നയിക്കുന്നവർ, വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കുന്നവർ, അവർക്ക് ലഭിക്കുന്ന കിരീടമാകുന്നു വാടാത്ത കിരീടം. ഇൻകറപ്റ്റബിളായിട്ടുള്ള ക്രൗണ് കർത്താവ് അവർക്ക് കൊടുക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ജീവിതത്തെ ശിക്ഷണങ്ങൾക്ക് വിധേയമാക്കണം. ശരീരത്തിൽ നിന്നുയരുന്ന പ്രലോഭനങ്ങൾ, ലോകത്തിൽ നിന്ന് വരുന്ന തീവ്രമാകുന്ന പ്രലോഭനങ്ങൾ, അത് മുഖാന്തരമായിട്ട് ശരീരത്തിൽ വല്ലാത്ത വികാരങ്ങൾ ഉണർത്തപ്പെടുകയും അത് പാപ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇനി അതിന് കീഴ്പ്പെടരുത്, അതിനെ തകർക്കണം. അത്തരത്തിലുള്ള
അശുദ്ധമാകുന്ന വഴികളിൽ നിന്ന് വിശുദ്ധമാകുന്ന വഴിയിലേക്ക് തിരിയണം, വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കണം. അവിടെ വളരെ തീവ്രമാകുന്ന വിപ്ലവകരമാകുന്ന വളരെ റാഡിക്കലാകുന്ന തീരുമാനങ്ങൾ എടുക്കണം. ആ നിലയിൽ ചില സന്ദർഭങ്ങളിൽ ആത്മീക ജീവിതത്തെ സമീപിച്ചെങ്കിൽ മാത്രമേ വിജയങ്ങൾ ലഭിക്കുകയുള്ളൂ. ഉദാസീനതയോടുകൂടെ ഒരു സാമട്ടിൽ ജീവിച്ചു കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പലവിധമാകുന്ന ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. തീവ്രമാകുന്ന തീരുമാനങ്ങൾ എടുക്കണം, വിപ്ലവകരമാകുന്ന തീരുമാനങ്ങൾ എടുക്കണം, വളരെ റാഡിക്കലാകുന്ന തീരുമാനങ്ങൾ എടുക്കണം. ഉപവസിക്കുവാൻ തയ്യാറാകണം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അത്തരത്തിലുള്ള പാപസ്വഭാവങ്ങളുടെ പിന്നിൽ ഏതെങ്കിലും അതിൻ്റെ പിന്നിൽ ചില മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അതിനെ കീഴ്പ്പെടുത്തണം. ചിലപ്പോൾ ആ ഉപവാസങ്ങളൊക്കെ, അങ്ങനെയുള്ള ഉപവാസങ്ങളൊക്കെ 21 ദിവസം 40 ദിവസമൊക്കെ ആവർത്തിച്ച് നടപ്പിലാക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് യൗവനക്കാർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നല്ല യൗവനത്തിൽ ഇപ്പോൾ കർത്താവിനെ നിങ്ങൾ അനുഗമിക്കുന്നു, എന്നാൽ പല പാപസ്വഭാവങ്ങളെയും ജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുകയും ഈ ശരീരത്തെ കീഴ്പ്പെടുത്തണം. ഈ ശരീരത്തിൽ നിന്നുയരുന്ന ഈ ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണമായിട്ട് ഉപവസിക്കാൻ തയ്യാറാണ്. ചിലപ്പോൾ ദീർഘദിവസങ്ങൾ 40 ദിവസം ഒരു പ്രാവശ്യമായിരിക്കുകയില്ല, പലവട്ടം ആവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരും. ഏതൊക്കെയോ നിങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത നിങ്ങളെ ഞെരുക്കുന്ന ശക്തികൾ, അല്ലെങ്കിൽ നിങ്ങളെ ഞെരുക്കുന്ന ചില പിന്നിൽ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങൾ, അതിനെ തകർക്കുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ പ്രതലത്തിൽ ഇത്തരത്തിലുള്ള ചില ആത്മിക പരിശീലനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതേപോലെയുള്ള ചില സ്പിരിച്വൽ പ്രാക്ടീസസ് നടപ്പിലാക്കുവാൻ തയ്യാറാകണം. തീവ്രമായി ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയും വിധേയപ്പെടുത്തുകയും ചെയ്യുകയാണ് എങ്കിൽ വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കുവാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്ത് ആത്മാവിൻ്റെ സബ്ജക്ഷനിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തു സമാനതയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വാടാത്ത കിരീടം കർത്താവ് നൽകിത്തരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമത് നമുക്ക് ജീവകിരീടത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ആർക്കാണ് ജീവകിരീടം ലഭിക്കുവാൻ പോകുന്നത്? പരീക്ഷകളെ ജയിക്കുന്നവർക്കാണ് ജീവകിരീടം ലഭിക്കുവാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിലും കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ജീവകിരീടം. ആർക്കാണ് ജീവകിരീടം ലഭിക്കുവാൻ പോകുന്നത്? പരീക്ഷകളെ ജയിക്കുന്നവർക്ക്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പരിശോധനകളെ നേരിടേണ്ടതായിട്ട് വരും, ടെസ്റ്റുകളെ നേരിടേണ്ടതായിട്ട് വരും. ടെസ്റ്റുകൾ ദൈവത്തിൽ നിന്ന് വരുന്നു. മറ്റൊന്ന് ടെംപ്റ്റേഷൻസ്, പരീക്ഷകളെ നേരിടേണ്ടതായിട്ട് വരും. ആ ടെംപ്റ്റേഷൻസ്, ആ പരിശോധനകൾ, ആ പരീക്ഷണങ്ങൾ, അത് പിശാചിൽ നിന്ന് വരുന്നു. 3, ട്രയൽസിനെ, ഉപദ്രവങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ഉപദ്രവങ്ങൾ മനുഷ്യരിൽ നിന്ന് വരുന്നതാണ്. ടെസ്റ്റുകൾ, പരിശോധനകൾ, ടെസ്റ്റുകളെ നിങ്ങൾ ജയിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് വലിയ അത്ഭുതകരമാകുന്ന പ്രൊമോഷൻ ലഭിക്കുവാൻ പോകുന്നു. പ്രത്യേകിച്ചും ഭൗതികമാകുന്ന മേഖലയിൽ അസാധാരണമാകുന്ന പ്രൊമോഷൻസ് ലഭിക്കും. അബ്രഹാമിൻ്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അബ്രഹാം ദൈവത്താൽ പരിശോധിക്കപ്പെട്ടപ്പോൾ, ടെസ്റ്റിന് വിധേയമായ സന്ദർഭത്തിൽ അബ്രഹാമിന് പ്രൊമോഷൻസ് ലഭിക്കുകയാണ്. വിശേഷിച്ചും സ്പിരിച്വൽ തലത്തിലും പ്രൊമോഷൻ ലഭിച്ചു, മെറ്റീരിയൽ തലത്തിലും പ്രൊമോഷൻസ് ലഭിച്ചു.
അബ്രഹാമിന് ആത്മീക സന്തതികളെയും ലഭിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആത്മീക സന്തതികളെയും ലഭിച്ചു. കടൽക്കരയിലെ മണൽത്തരികളെ പോലെ സന്തതികളെയും അബ്രഹാമിന് ലഭിക്കുകയുണ്ടായി. ആ നിലയിൽ ഇന്ന് അബ്രഹാമിനെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവർക്ക് അബ്രഹാം ഒരു പ്രിയപ്പെട്ട വ്യക്തിയാകുന്നു. ആ നിലയിൽ അബ്രഹാം ഉയർത്തപ്പെടുവാൻ കാരണമായതിൻ്റെ പിന്നിൽ തൻ്റെ മുൻപിൽ വന്ന പരിശോധനയാണ്, ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ അബ്രഹാം വിജയിക്കുകയുണ്ടായി. കർത്താവാകുന്ന യേശുവിനെ നോക്കുക. യേശുവിൻ്റെ മുൻപിൽ പരീക്ഷണങ്ങൾ വരികയുണ്ടായി, ടെംപ്റ്റേഷൻസ് വരികയുണ്ടായി. അവിടുന്ന് 40 ദിവസം ഉപവസിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ആ ടെംപ്റ്റേഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ പിശാച് വന്ന് യേശുവിനെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിലൂടെ യേശു കടന്നു പോകുമ്പോൾ അവിടുന്ന് ആ പരീക്ഷണങ്ങളെ ജയിച്ചു, ആ ടെംപ്റ്റേഷൻസിനെ ജയിച്ചു. പിശാചിൽ നിന്ന് വന്ന ടെംപ്റ്റേഷൻസിനെ കർത്താവ് ജയിക്കുന്നു. ടെംപ്റ്റേഷനുകളെ നിങ്ങൾ ജയിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുവാൻ പോകുന്നത്? നിങ്ങളുടെ സ്പിരിച്വൽ റാങ്കിങ്ങിന്, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ആത്മീക പ്രതലത്തിൽ നിന്ന് ഉയർന്ന പ്രതലത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും. റാങ്കിങ് എന്നുള്ള വാക്ക് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് ഫോഴ്സിനെ നോക്കിയാൽ മതി. സബ് ഇൻസ്പെക്ടറുണ്ട്, സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്, സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസുണ്ട്, ഇൻസ്പെക്ടർ ജനറലുണ്ട്, DGP ഉണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസുണ്ട്. റാങ്കിന് വ്യത്യാസമില്ലേ? എല്ലാവരും പോലീസ് ഫോഴ്സിലാണ് എങ്കിലും അവരുടെ റാങ്കുകൾക്ക് വ്യത്യാസമുണ്ട്. എന്നതുപോലെ തന്നെ ശുശ്രൂഷയിലായിരിക്കുന്നവർ, ദൈവരാജ്യത്തിലായിരിക്കുന്നവർ എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാകുന്നുവെങ്കിൽ പോലും നിങ്ങളുടെ റാങ്കിങ്ങുകൾക്ക് വ്യത്യാസമുണ്ട്, നിങ്ങളുടെ ആത്മപ്രതലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആ പ്രതലങ്ങൾക്ക് വ്യത്യാസം സംഭവിക്കുവാൻ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു മുൻപിൽ വരുന്ന പിശാചിനാൽ വരുന്ന ടെംപ്റ്റേഷനുകളെ ജയിക്കുക. പിശാച് കൊണ്ടുവരുന്ന ടെംപ്റ്റേഷനുകളെ ജയിക്കുമ്പോൾ നിങ്ങളുടെ റാങ്കിന് മാറ്റം സംഭവിക്കുകയാണ്. മനുഷ്യരിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങൾ, ആ ഉപദ്രവങ്ങൾ വളരെ സഹിച്ചൊരു വ്യക്തിയാണ് അപ്പോസ്തലനാകുന്ന പൗലോസ്. അങ്ങനെയുള്ളവർക്ക് കർത്താവ് ആദരവുകളെ, ജനത്തിൻ്റെ നടുവിൽ തന്നെ, മനുഷ്യരുടെ ഇടയിൽ തന്നെ ബഹുമാനത്തെ, ആദരവിനെ അവിടുന്ന് കൊടുക്കുന്നു. നിങ്ങൾ ട്രയൽസിനെ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് ആദരവുകൾ ലഭിക്കും, നിങ്ങൾ ആദരിക്കപ്പെടും, ബഹുമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. മൂന്നാമതായിട്ട് നമുക്ക് നീതിയുടെ കിരീടത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. 2 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. നീതിയുടെ കിരീടം ആർക്കാണ് ലഭിക്കുവാൻ പോകുന്നത്? അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്നവർക്ക്, കർത്താവിൻ്റെ മടങ്ങി വരവിൽ പ്രിയം വച്ചിരിക്കുന്നവർക്ക്, അവിടുത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവർക്ക് ലഭിക്കുന്ന കിരീടമാകുന്നു നീതിയുടെ കിരീടം. ഈ തലമുറയിൽ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? കർത്താവിൻ്റെ മടങ്ങി വരവിനെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നടന്നു കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്ന പ്രിറ്ററിസം പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ അവിടുത്തെ വരവ് താമസിക്കുകയില്ല. അത് നിങ്ങൾക്ക് പ്രോഫറ്റിക് ടൈം ലൈനിനെ കുറിച്ചുള്ള വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. പ്രോഫറ്റിക് ടൈം ലൈനിനെ കുറിച്ചുള്ള ആ അറിവ് ലഭിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഈ ചോദ്യം ചോദിക്കത്തില്ല, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം കൃത്യമായും വ്യക്തമായും പഠിക്കാത്തത് കൊണ്ടാണ് പ്രിറ്ററിസം പോലെയുള്ള ചിന്തകൾ നിങ്ങൾ പ്രഘോഷിക്കുവാൻ തയ്യാറാകുന്നത്. ശ്രദ്ധയോടുകൂടെ പഠിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും, യേശുവിൻ്റെ മടങ്ങി വരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. അവിടുന്ന് മടങ്ങി വന്നിരിക്കും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ താമസിക്കത്തില്ല, അവിടുന്ന് മടങ്ങി വരും. അവിടുത്തെ മടങ്ങി വരവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരാകുന്നു എങ്കിൽ പ്രത്യക്ഷതയിൽ, പൗലോസ് പറയുന്നത് പോലെ പ്രത്യക്ഷതയിൽ, അവൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ പ്രിയം വച്ചിരിക്കുന്നവരാകുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നീതിയുടെ കിരീടം.
മറ്റൊരു കിരീടമാണ് തേജസ്സിൻ്റെ കിരീടം. 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 5-ാമത്തെ അധ്യായം അവിടെ 2 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. തേജസ്സിൻ്റെ കിരീടം ആർക്കുള്ളതാണ്? ഈ തേജസ്സിൻ്റെ കിരീടമെന്ന് പറയുന്നത്, തേജസ്സിൻ്റെ കിരീടം വിശ്വസ്തയോടുകൂടെ ശുശ്രൂഷിക്കുന്ന ഇടയന്മാർക്ക്, ദൈവദാസന്മാർക്ക്, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തതയോടുകൂടെ പ്രഘോഷിക്കുന്ന അഭിഷക്തന്മാർക്ക്, ഉപദേഷ്ടാക്കന്മാർക്ക്, വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാർക്ക്. അനേക ഉപദേഷ്ടാക്കന്മാർ വചനം തെറ്റായ നിലയിൽ പഠിപ്പിച്ച് അനേകരെ തെറ്റായ വഴികളിലൂടെ നടത്തുകയുണ്ടായി. അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതല്ല തേജസ്സിൻ്റെ കിരീടം. വിശ്വസ്തയോടുകൂടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാർക്ക്, ഇടയന്മാർക്കുള്ളതാണ് തേജസ്സിൻ്റെ കിരീടം. ഇതുമായി ബന്ധപ്പെട്ടുള്ള 2 വചനങ്ങൾ കൂടെ ശ്രദ്ധയിൽ കൊണ്ടിരുന്ന അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 20-ാമത്തെ അധ്യായം, 20-ാമത്തെ അധ്യായത്തിൽ 26 മുതലുള്ള വാക്യങ്ങൾ, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അങ്ങനെയുള്ളവർക്കാണ് തേജസ്സിൻ്റെ കിരീടം ലഭിക്കാൻ പോകുന്നത്. ഇനി 2 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷിവെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കാം. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കുകയും ജനത്തെ പഠിപ്പിക്കുകയും കർത്താവിൻ്റെ പാതയിൽ ജനത്തെ നടത്തുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാകുന്നു തേജസ്സിൻ്റെ കിരീടം. ഏറ്റവും അവസാനമായി 5-ാമതായിട്ട് പ്രശംസാ കിരീടമെന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ ക്രൗൺ ഓഫ് റിജോയ്സിങ്, സന്തോഷ കിരീടമെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കുവാൻ കഴിയും. സന്തോഷ കിരീടം ആർക്കാണ് ലഭിക്കുന്നത്? അനേകരെ കർത്താവിലേക്ക് നേടുന്നവർക്ക്, സോൾ വിന്നേഴ്സിന് ലഭിക്കുന്ന കിരീടമാകുന്നു പ്രശംസാ കിരീടം, സന്തോഷ കിരീടം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ, നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ, 1 തെസ്സലോനിക്ക ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പോകുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു, നിങ്ങളുമല്ലയോ? പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ്
റിജോയ്സിങ് ആർക്കാണ് ലഭിക്കുവാൻ പോകുന്നത്? സോൾ വിന്നേഴ്സിനാണ് ലഭിക്കുവാൻ പോകുന്നത്. കർത്താവിലേക്ക് അനേകരെ തിരിക്കുന്നവർക്കാണ് ഈ കിരീടം ലഭിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം വിശകലനങ്ങൾക്ക് വിധേയമാക്കുക. കർത്താവിൽ വിശ്വസിച്ചതിന് ശേഷം യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചിലരെ കർത്താവിലേക്ക് നിങ്ങൾക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന മനോഹരമാകുന്നൊരു കിരീടമാകുന്നു സന്തോഷ കിരീടം. ഇങ്ങനെ കിരീടങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ നിത്യതയിൽ നാം ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കിരീടങ്ങൾ തലമേൽ വെച്ചുകൊണ്ട് നടക്കുന്നു എന്നാണോ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പഠനം നടത്തുന്നവർ പറയുന്നത് ഈ കിരീടങ്ങളെന്ന് പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് ഈ പ്രത്യേക കിരീടങ്ങൾ ലഭിക്കുന്നവർക്ക് പ്രത്യേകമാകുന്ന കഴിവുകൾ, പ്രത്യേകമാകുന്ന ദാനങ്ങൾ, പ്രത്യേകമാകുന്ന എബിലിറ്റീസ് അവിടെ ലഭിക്കുവാൻ പോകുന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ ഏതൊക്കെ നിലകളിൽ പ്രയോജനപ്പെട്ടോ അതിലധികമായിട്ട് ചില ദൗത്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുവാൻ പോകുന്നു. അതെല്ലാം മുഖാന്തരമായിട്ട് കർത്താവാകുന്ന യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, വരാൻ പോകുന്ന നിത്യതയിലും യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെയും നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിധേയപ്പെടുത്താം. യേശുവിന് വേണ്ടി കൂടുതൽ സജീവതയോടുകൂടെ ജീവിക്കുവാൻ വേണ്ടി താഴ്ത്തിയേൽപ്പിക്കാം. മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ വലിയ പ്രത്യാശയിൽ ജീവിക്കുക. ഇപ്പോൾ ജീവിതത്തിൽ നേരിടുന്ന ഞെരുക്കങ്ങൾ, പ്രതികൂലങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഇത് മുഖാന്തരം നിരാശപ്പെട്ടു പോകരുത്. ഭാവിയിലേക്ക് നോക്കുക, മുൻപോട്ട് നോക്കുക. കർത്താവ് നിങ്ങൾക്ക് തരുവാൻ പോകുന്ന ഈ വലിയ ആശീർവാദങ്ങളെക്കുറിച്ചുള്ള ആ വെളിപ്പാടോട്, ആ പ്രത്യാശയോടുകൂടെ, കൂടുതൽ ഉത്സാഹത്തോടുകൂടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുക. പരിശുദ്ധാത്മാവ് കൂടെയിരിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് വിശേഷമായി അനുഗ്രഹിക്കണമേ. അവരിപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവരെ ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. ജീവിതത്തിൽ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മനുഷ്യരിൽ നിന്നുള്ള ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവരെ വിടുവിക്കണം കർത്താവേ. അത്ഭുതകരമായി വിടുവിക്കണം കർത്താവേ. അനേകർ കഠിനമാകുന്ന പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകും. കഠിനമാകുന്ന ഉപദ്രവങ്ങളിലൂടെ, അങ്ങിൽ വിശ്വസിച്ചത് മുഖാന്തരമായി കഠിനമാകുന്ന ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്നു. അവർ കർത്താവിൻ്റെ ശബ്ദം കേൾക്കട്ടെ. അവരുടെ മേൽ അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണം കർത്താവേ. അങ്ങയുടെ ആദരവിനെ അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ലഭിക്കുന്ന തേജസ്സിൻ്റെ കിരീടത്തെക്കുറിച്ചുള്ള ആ അത്ഭുത വെളിപ്പാട് അവർക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവകിരീടത്തെക്കുറിച്ചുള്ള ആ അത്ഭുത വെളിപ്പാട് അവർക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിശയങ്ങൾ അങ്ങ് ചെയ്യണം. ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവരെ കർത്താവ് തുടരണം കർത്താവേ. യേശുവിൻ നാമത്തിൽ ശാരീരിക രോഗങ്ങൾ ശരീരങ്ങൾ വിട്ടു പുറത്തു പോകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. മാറാ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇനി പ്രതീക്ഷയില്ല, മരിച്ചു പോകുമെന്നുള്ള നിലയിൽ ഗുരുതരമാകുന്ന രോഗബാധിതരായിരിക്കുന്നവരെ ഉദ്ധരിക്കണം കർത്താവേ. അത്ഭുതകരമായി വിടുവിക്കണമേ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം ഇപ്പോൾ അവരുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിടക്കയിലായിരിക്കുന്നവർ, ആശയറ്റുപോയവർ, രോഗം മൂലം നിരാശയിലായിരിക്കുന്നവർ വിടുവിക്കണം യേശുവേ. അങ്ങ് അവരെ തുടർന്ന് അവരുടെ മനസ്സിനെ സൗഖ്യമാക്കണം, അവരുടെ ശരീരത്തെ സൗഖ്യമാക്കണം. അത്ഭുത സൗഖ്യങ്ങളെ ഇപ്പോൾ യേശു പുറപ്പെടുവിക്കുന്നു. ഈ പ്രക്ഷേപണം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശരീരങ്ങളിൽ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. സാമ്പത്തികമാകുന്ന വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണം. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണം. അതിശയങ്ങൾ ചെയ്യണം. അവരെ കർത്താവെ പുതുവഴികളിലൂടെ നടത്തണമേ. അവരുടെ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ മാറ്റത്തെ കർത്താവ് അയച്ച് അവരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിസരം ഓർപ്പിക്കുന്നു. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.